എങ്ങനെയാണോ അർജുനൻ ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കിയത് അതേപടി തന്നെ നമ്മൾ ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പം അതിനുവേണ്ടി അർജുനൻ ഭഗവാനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഈ 2-3 ശ്ലോകത്തിലുള്ളത്. അതിൽ ഭഗവാന്റെ പ്രത്യേകതകളാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത്, അല്ലേ? എന്തായിരുന്നു അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹുസ്താം ഋഷയ സർവേ ദേവർഷിർ നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമി. ആ ശ്ലോകം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ആ ശ്ലോകം കംപ്ലീറ്റ് ആയതാണോ? ആണോ? ഓർമ്മയുണ്ടോ നമ്മൾ ഇതുവരെ പറഞ്ഞ ശ്ലോകത്തിൽ? നമ്മൾ പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം വരെ പറഞ്ഞു, അല്ലേ? യെസ്. ശ്ലോകം 10ാമത്തെ അധ്യായത്തിൽ 12ാമത്തെ ശ്ലോകം വിഭൂതി യോഗം, അധ്യായം വിഭൂതി യോഗം 12ാമത്തെ ശ്ലോകം. അപ്പം കഴിഞ്ഞ ഈ ശ്ലോകത്തിൽ ഭഗവാനെ കുറിച്ച് പറയുന്നത് പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ഇതേപോലെ തന്നെ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത ശരിക്കും മനസ്സിലാവുന്നതാണ് പറയുന്നത്, അല്ലേ? അതിനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്, അല്ലേ? ഭഗവത്ഗീത ശരിക്കും മനസ്സിലാക്കണം. ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ശ്രീല പ്രഭാതര എഴുതിയത് യഥാരൂപം, അല്ലേ? ആസിറ്റീസ് എഴുതിയിട്ടുള്ളത്. അപ്പം ആസിറ്റീസ് മനസ്സിലാക്കാനുള്ള ടെക്നിക്കാണ് ശ്രീല പ്രഭാതരയുടെ പറയുന്നത്. അർജുനൻ പറഞ്ഞ അതേപോലെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ അർജുനൻ പറഞ്ഞ വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. പരംബ്രഹ്മ എന്ന് പറഞ്ഞു, അല്ലേ? പരംബ്രഹ്മം എന്തുകൊണ്ടാണ് ഭഗവാനെ പരംബ്രഹ്മം എന്ന് വിളിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രഹ്മമാണ്, നമ്മളുടെയും അടിസ്ഥാനം ഭഗവാനാണ്, അല്ലേ? നമ്മൾ ഭഗവാനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. നമ്മൾ പരബ്രഹ്മമല്ല, അല്ലേ? നമ്മൾ പറയുന്നത് നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്നേ പറയുന്നുള്ളൂ, നമ്മൾ പരം ബ്രഹ്മാസ്മി എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരംധാമ, നമ്മൾക്ക് ഭഗവാന്റെ ധാമത്തിൽ എത്തിയാൽ മാത്രമേ യഥാർത്ഥ സമാധാനം അനുഭവപ്പെടുകയുള്ളൂ. നമ്മുടെ യഥാർത്ഥ വീട്, ധാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് എന്നർത്ഥം, അല്ലേ? നമ്മുടെ യഥാർത്ഥ വീട് ഭഗവാന്റെ വീട് തന്നെയാണ്, അല്ലേ? ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ വീട്ടിലെത്തി കഴിഞ്ഞാലേ സമാധാനം ഉണ്ടാവും, അല്ലേ? വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ കുട്ടിക്ക് വേറെന്ത് കൊടുത്തിട്ടും സമാധാനിപ്പിക്കാൻ സാധിക്കും. ആ കുട്ടിയെ വീട്ടിൽ തിരിച്ചു കൊണ്ടെത്തിക്കണം, അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് തിരിച്ചു കൊണ്ടെത്തിക്കണം. അപ്പോഴാണ് കുട്ടിക്ക് സമാധാനം ഉണ്ടാകുന്നത്. അതേപോലെ നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. നമ്മുടെ വീട് വിട്ടു പോന്നിട്ടുള്ള ആളുകളാണ്, അല്ലേ? അപ്പം ഭഗവാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പരിത്രാണായ സാധുനാം വിനാശായ ച ദുഷ്കൃതാം. പരിത്രാണായ സാധുനാം, ആരൊക്കെയാണോ ഭക്തന്മാർ അവരൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നിട്ടുള്ളത്. ദുഷ്കൃതികളെയും ഭഗവാൻ കൊണ്ടുപോകുന്നുണ്ട്, ദുഷ്കൃതികളെയും ഭഗവാൻ കൊണ്ടുപോകുന്നുണ്ട്. രണ്ടാളെയും രണ്ട് വഴിക്ക് കൊണ്ടുപോകും, അല്ലേ? പരംധാമ പവിത്രം എന്ന് പറയുന്നു. പവിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ഭഗവാൻ ശുദ്ധീകരിക്കുന്ന വ്യക്തിയാണ്. ഭഗവാൻ ഏറ്റവും ശുദ്ധീകരിക്കുന്ന വ്യക്തിയാണ്. ഭഗവാനോട് ആരൊക്കെയാണോ അടുക്കുന്നത് അവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭക്തിയിലേക്ക് വരുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ നോക്കരുത്, ആരായാലും വേണ്ടില്ല, അല്ലേ? ഏത് വലിയ ആളായാലും ഏത് വലിയ ക്രിമിനൽ ആയാലും ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചോദിക്കരുത്, നിങ്ങളും അവിടെ ക്രിമിനൽ കേസിൽ പെട്ട ആളായിരുന്നില്ലേ, തടവുപുള്ളി ആയിരുന്നില്ലേ, അതൊന്നും ചോദിക്കാൻ പാടില്ല, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചോദിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഡിവോട്ടിയാണ്, അത് മാത്രം ചോദിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. യെസ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരമം ഭവാൻ, ഭഗവാനാണ് ഏറ്റവും ഉയർന്ന വ്യക്തിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? നമ്മൾക്കൊക്കെ വ്യക്തിത്വമുണ്ട്, നമ്മളൊക്കെ ഇൻഡിവിജ്വലാണ്. ഭഗവാനാണ് സുപ്രീം ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി ഭഗവാനാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ശ്രീല പ്രഭാതർ പറയുന്നത് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയുന്നത്. ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നത്.
പരമ ദിവ്യ ഉത്തമ പുരുഷൻ എന്നാണ് പറയുന്നത്. പുരുഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഭഗവാനാണ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഏറ്റവും നല്ല പേഴ്സണാലിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകും. അപ്പോൾ ഈ ഭക്തിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോഴ്സും ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. ശിലപ്രഭാതർ പറയുന്നുണ്ട് ഭക്തിയോഗത്തിൽ എല്ലാ കോഴ്സുകളും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പല പല കോഴ്സുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇതിലുണ്ട് അല്ലേ? നമ്മളെ ഡിവോട്ടീസിന്റെ ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ മതി. ഡിവോഷനിലേക്ക് വരാത്ത ആളുകളുടെ ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ മതി. വ്യത്യാസം നമുക്ക് പേഴ്സണാലിറ്റിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ എല്ലാ സിസ്റ്റങ്ങളും ഇതിലുണ്ടെന്നാണ് പറയുന്നത് ശിലപ്രഭാതർ പറയുന്നത്. എല്ലാ മതങ്ങളുടെ സത്തയും ഈ ഭക്തിയോഗത്തിലുണ്ടെന്നാണ് പറയുന്നത് അല്ലെ? ഓരോ മതത്തിനെ എടുത്തിട്ട് ശിലപ്രഭാതർ പറയുന്നുണ്ട്. ഇപ്പം മുസ്ലിംസ് പറയുന്നത് എന്താണ്? ഞങ്ങള് സെർവന്റ് ഓഫ് ഗോഡ്, അള്ളാഹുവിൻ്റെ സേവകന്മാരാണ് ഞങ്ങളെല്ലാവരും എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മളും പറയുന്നത് അല്ലേ? നമ്മളെല്ലാവരും സെർവൻ്റാണ്, ഭഗവാന്റെ സേവകന്മാരാണ് എന്ന് പറയുന്നത്. അതേപോലെ ക്രിസ്ത്യൻസ് പറയുന്നത് നിങ്ങൾ ഈശ്വരനെ സ്നേഹിക്കണം എന്നാണ് അല്ലേ? ഈശ്വരനെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഭഗവാനെ സേവിക്കുന്നതിലൂടെ സ്നേഹിക്കാൻ പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യുന്നത്. ബുദ്ധിസം പറയുന്നത് അഹിംസയാണ് അല്ലെ? ബുദ്ധിസം എന്താണ്? ജന്തുക്കളെ ഒന്നും കൊന്നു തിന്നരുത് എന്നൊക്കെ പറയും. നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ അഹിംസ പ്രാക്ടീസ്, നമ്മൾ ജന്തുക്കളെ ഒന്നും കൊന്ന് തിന്നുന്നില്ല. ഇങ്ങനെ ഏത് റിലീജിയന്റെ മെയിൻ പ്രിൻസിപ്പിൾ എടുത്തു നോക്കി കഴിഞ്ഞാലും നമുക്ക് ഈ ഭക്തിയുഗത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? രാജവിദ്യ എന്ന് വിളിക്കുന്നത്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് എഡ്യൂക്കേഷനാണ്. ഈ ടോപ്പ് മോസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴത്തെ മറ്റുള്ള സെപ്പറേറ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഒരു ഡിഗ്രി കഴിഞ്ഞ ആളോട് SLC പാസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഡിഗ്രി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ SLC പാസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് SLC പാസ്സായിട്ടാണ് ഡിഗ്രിക്ക് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് ഈ രാജവിദ്യ എന്ന് പറയുന്നത്. എല്ലാ വിദ്യകളും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ രാജവിദ്യയിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയെക്കുറിച്ചാണ് ഈ വിദ്യയിൽ നമ്മൾ പഠിക്കുന്നത്. പരമം ഭവാൻ, പുരുഷം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാനെ കുറിച്ച് പുരുഷം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു പറഞ്ഞത്? ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ വ്യക്തിയാണ്, അതേപോലെ ഭഗവാനും വ്യക്തിയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വ്യക്തി ആയതുകൊണ്ട് നമ്മൾക്ക് എന്തുണ്ട്? നമ്മൾക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട് അല്ലേ? നമ്മൾ വ്യക്തി ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും. ഇത് വേണ്ട, ഇതെനിക്കിഷ്ടമല്ല എന്ന് നമ്മൾ പറയും. ഇതെനിക്കിഷ്ടമാണ്, ഇതെനിക്ക് വേണം എന്ന് പറയും. കാരണം എന്താണ്? നമ്മൾ ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആളുകളാണ്. നമ്മളൊരു കല്ലോ മരമോ ഒന്നല്ല അല്ലേ? കല്ലും മരമോ ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്തായാലും കുഴപ്പമില്ല, അവർക്ക് വേണം വേണ്ട എന്നൊന്നും പറയില്ല. പക്ഷെ നമ്മൾ പറയും. കാരണം എന്താണ്? നമ്മൾ വ്യക്തികളാണ്. ഭഗവാനാണ് പരമ വ്യക്തി എന്നാണ് പറയുന്നത് അല്ലേ? ഭഗവാൻ നമ്മുടെ പിതാവായതുകൊണ്ട് ഭഗവാനും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഭഗവാൻ എന്തുണ്ട്? ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ല അല്ലേ? ഭഗവാനാണെങ്കിൽ കുഴപ്പമില്ല, ഭഗവാന്റെ ഭണ്ഡാരത്തിൽ ഏത് കീറിയ നോട്ട് വേണമെങ്കിലും ഇടാം, അത് ഭഗവാനല്ലേ അല്ലേ? പഴയ നോട്ടൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗുരുവായൂർ കൊണ്ടുപോയി ഇട്ടാൽ മതി, ആരും അറിയില്ല എന്ന് പറയും. അപ്പൊ അവരെന്നെ വിചാരിക്കുന്നത് എന്താണ്? ഇത് ഭഗവാൻ കാണുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. ഭഗവാൻ ഒന്നും കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഭഗവാന്റെ മുന്നിൽ പോയി നിൽക്കുന്നത്. അപ്പൊ ഭഗവാൻ വിചാരിക്കും ഞാനൊന്നും കാണുന്നില്ല, എന്തിനാണ് അവരെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് ഭഗവാൻ വിചാരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് ഭഗവാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം, ഭഗവാൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നില്ല അല്ലേ? ഇന്ന് ഇവിടെ സത്സംഗത്തിന് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെ കൂടെ ഭഗവാൻ വരും. ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കും. സത്സംഗത്തിൽ പോയി ഭഗവാനെ ആരാധിക്കുന്നതൊക്കെ, പക്ഷെ ഭഗവാൻ കൂടെ എപ്പോഴും ഉണ്ടാവും
പിന്നെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നോക്കണം, പിന്നെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകും, താറുമാറാകും എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ നമ്മൾ ഉള്ളുകൊണ്ട് യഥാർത്ഥത്തിൽ വിചാരിക്കുന്നില്ല ഭഗവാനെ കാണണമെന്നോ അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടാകണമെന്നോ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നില്ല. ഇതാർക്കറിയാം? ഇത് ഗുരുവായൂരപ്പൻ അറിയാം അല്ലേ? അപ്പൊ നമ്മള് ഒരു ഒളിച്ചുകളി നടത്തുന്നത് കൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഒരു ഒളിച്ചുകളി നടത്തുന്നത് അല്ലെ? ഏറ്റവും വലിയ ഒളിച്ചുകളിയുടെ ആളാണ് ഭഗവാൻ. ഭഗവാനെ ചീറ്റ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അച്യുതൻ എന്ന് പറയുന്നത്. ഭഗവാൻ ഒരിക്കലും മിസ്റ്റേക്ക് പറ്റില്ല. ഭഗവാൻ അബദ്ധത്തിൽ ആരെയും സ്വീകരിക്കുന്നില്ല. ഭഗവാൻ ഒരിക്കലും മിസ്റ്റേക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാനെ പരമപുരുഷനായിട്ട് പറയുന്നുണ്ട്. ശാശ്വതം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശാശ്വതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഇപ്പം ഈ അടുത്തുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ദ്വാപരയുഗത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതിൻ്റെ മുന്നേയും ഭഗവാൻ ഉണ്ടായിരുന്നു. ആദ്യം പുരാണ പുരുഷം നവയൗവനച്ച എന്ന് പറഞ്ഞു. അപ്പൊ ദ്വാപരയുഗത്തിന് മുന്നേയും ഭഗവാനുണ്ട്. ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും എന്ന് പറഞ്ഞു. ദിവ്യം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. ദിവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിവ്യം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ല? ദിവ്യം എന്താണ്? ഡിവൈൻ. യെസ്, അതതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ്. അതെന്താണ് ആക്ച്വലി? ഭഗവാൻ പറയുന്നുണ്ട്, 4-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്, ജന്മകർമ്മചമേ ദിവ്യം എന്ന് പറയുന്നുണ്ട്. ദിവ്യം ദിവ്യം എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ദിവ്യം എന്ന് പറയുന്നത് എന്തിനാണ്? ദിവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ലാത്തത് എന്നാണ് പറയുന്നത്. ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ലാത്തത്. ഇവിടെയുള്ള ഒന്നും ദിവ്യമല്ല. ഈ ഭൗതിക ലോകത്തുള്ള ഏതെങ്കിലും വസ്തുവിനെ നമ്മൾക്ക് എടുത്തിട്ട് അതിന് ദിവ്യമാണെന്ന് പറയാൻ സാധിക്കില്ല. ഈ ഭൗതിക ലോകത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ദിവ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭഗവാനും ദിവ്യമാണ്, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ദിവ്യമാണ് അല്ലെ? ഭഗവാന്റെ ശംഖിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിവ്യവും ശംഖവും പ്രതത്മതു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ഭീഷ്മദേവരും അതിന്റെ മുന്നേ ശംഖു വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ ദിവ്യം എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? എന്താ പറഞ്ഞത്? ശംഖോ ദത്മൗ പ്രതാപവാൻ എന്നാണ്. ആ പ്രതാപവാനായിട്ടുള്ള ഭീഷ്മദേവൻ ശംഖൂതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഭഗവാൻ ശംഖു വിളിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? പാഞ്ചജന്യം ഋഷികേശു. അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖോ പ്രതത്മതു എന്ന് പറയും. അപ്പോൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എന്താണ്? ദിവ്യമാണ്. അതായത് ഇവിടുന്ന് കിട്ടിയതല്ല ഭഗവാന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന് ഇവിടുന്ന് കിട്ടിയതല്ല. അത് ഭഗവാന്റെ കൂടെ ട്രാൻസ്ഡെന്റലായിട്ട് അന്യ ലോകത്ത് തന്നെ ഉള്ളതാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഈ ലോകത്ത് വന്നിട്ട് ഒന്നും നേടാനില്ല എന്ന് പറയും. ഭഗവാൻ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടല്ല ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത് എന്നും പറയുന്നുണ്ട് അല്ലെ? നമ്മൾ പറയും ഭഗവാന്റെ ലീലകൾ കേൾക്കുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് കൺഫ്യൂഷനാവും അല്ലെ? ഭഗവാൻ അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ഭഗവാൻ വെണ്ണ കട്ടെടുത്തു, ഭഗവാൻ വസ്ത്രം മോഷ്ടിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാൻ എന്തോ കിട്ടാനുണ്ട് എന്ന് വിചാരിക്കും അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഭഗവാൻ ഒന്നും കിട്ടാനില്ല എന്ന് പറയുന്നു. ഈ ലോകത്തൊന്നും ഭഗവാൻ ഒന്നിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഭഗവാനെ ദിവ്യം എന്ന് പറയുന്നത്. ഭഗവാന് ഓരോ വ്യക്തികളോടുമായിട്ടുള്ള ബന്ധവും ദിവ്യമാണെന്ന് പറയും. ഭഗവാന് എല്ലാവരോടും എന്തുണ്ട്? ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയും. എല്ലാ ജീവാത്മാക്കളോടും ഭഗവാന് പ്രത്യേകം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പും എന്താണ്? റിലേഷൻഷിപ്പും ദിവ്യമാണ് എന്ന് പറയും. അതൊരിക്കലും നശിച്ചു പോകുന്നില്ല അല്ലേ? നമ്മൾ ചിലപ്പോൾ മറന്നു പോകും, ഭഗവാൻ ഒരിക്കലും മറന്നു പോകുന്നില്ല. ആ ദിവ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാൻ വരുന്നത്. നമ്മൾ എന്ത് ശരീരം എടുത്തു കഴിഞ്ഞാലും ഭഗവാൻ വരുന്നുണ്ട്. കാരണം എന്താണ്? നമ്മളോട് ദിവ്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഭഗവാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഭഗവാൻ ഒരിക്കലും അത് മറക്കുന്നില്ല. നമ്മളത് മറന്നിട്ട് പല രൂപത്തിലും പോകും അല്ലേ? നമ്മൾ പുഴുവായിട്ടോ, പൂന്തനം പറയുന്ന കാക്കയായിട്ടോ, പൂച്ചയായിട്ടോ, നരിയായിട്ടോ ഒക്കെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും
പക്ഷെ ഭഗവാൻ ആ കാര്യം ഒരിക്കലും മറന്നു പോകുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാൻ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫ്രണ്ടാണെന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണെന്ന് പറയുന്നത്. സുഹൃതം സർവഭൂതാനം, എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ സുഹൃത്താണെന്ന് പറയുന്നത്. നമ്മളിവിടെ സുഹൃത്തുക്കളെ എടുത്ത് കാണിക്കാറുണ്ട്, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയും, അല്ലേ? 2 കൊല്ലമായിട്ടുള്ളൂ. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ബെസ്റ്റ് ഫ്രണ്ടിനെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണ്? അത് ശരിയല്ല, അദ്ദേഹം നമ്മുടെ അത്ര ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അവര് ഞാൻ പറയുമ്പോൾ അതിൽ കേൾക്കുന്നില്ല, ഞാൻ അവൻ പറയുന്ന അതിൽ കേൾക്കുന്നില്ല. അപ്പൊ നമ്മൾ തമ്മിൽ ഒത്തുപോയില്ല, അല്ലേ? നമുക്ക് എത്ര ബെസ്റ്റ് ഫ്രണ്ടുമാരുണ്ടായിട്ടുണ്ട്? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് ഭഗവാൻ പറയുന്നത്. ഭഗവാനാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഭഗവാൻ ആ റിലേഷൻഷിപ്പ് ഇല്ലാതാക്കുന്നില്ല, അല്ലെ? ദിവ്യം, ഭഗവാന്റെ റിലേഷൻഷിപ്പ് ദിവ്യമാണെന്ന് പറയുന്നത്. ദിവ്യം, അതിദേവമാണെന്ന് പറയുന്നത്. എല്ലാ ദേവന്മാരുടെയും ഉറവിടമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ ദേവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയല്ല. എല്ലാ ദേവന്മാരും ഉണ്ടായിട്ടുള്ളത് ഭഗവാനിൽ നിന്നാണ്. ഏകോ നാരായണോ ആസീദ് എന്നാണ് വേദത്തിൽ പറയുന്നത്. ആദ്യം നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭഗവാനിൽ നിന്നാണ് എല്ലാ ദേവന്മാരും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഭഗവാനെ അർജുനൻ എന്തെന്ന് വിളിച്ചു? ആദിദേവം എന്ന് വിളിച്ചു, അജം എന്ന് വിളിച്ചു. ആദിദേവം അജം എന്ന് വിളിച്ചു. അജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരിക്കലും ജനിക്കേണ്ടാത്ത വ്യക്തിയാണ്, ഒരിക്കലും ജനിക്കേണ്ടാത്ത വ്യക്തിയാണ്. നമ്മളാരാണ്? നമ്മൾ അജമാണോ? നമ്മളും അജമാണ് യഥാർത്ഥത്തിൽ. നമ്മളും ജനിക്കേണ്ട ആവശ്യമില്ല, ജീവാത്മാവും ഒരിക്കലും ജനിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പ്രകൃതിയുടെ നിർബന്ധം കൊണ്ട് ജനിക്കപ്പെടുകയാണ്, അല്ല? ജനിച്ചതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്, ഓ ഞാൻ ഇവിടെ ജനിച്ചു, ഇതാണ് എൻ്റെ അച്ഛൻ, ഇതാണ് എൻ്റെ അമ്മ, ഞാൻ കേരളത്തിലാണ് ജനിച്ചത്, തൃശ്ശൂരാണ് ജനിച്ചത്, എൻ്റെ ഭാഷ മലയാളമാണ്, എൻ്റെ സ്കൂൾ ഇതാണ്. ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല, അല്ലെ? ഭഗവാൻ ഒരിക്കലും ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് ഭഗവാനെ അജം എന്ന് വിളിക്കുന്നു. ഭഗവാൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് വരുന്നതാണ്, അല്ലെ? ഭഗവാൻ വരുന്നതിന് മുന്നേ എല്ലാവരെയും മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. യോഗമായനോട് പറയുന്നുണ്ട്, നീ പോയിട്ട് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യണം, ഞാൻ അവതരിക്കാൻ പോകുന്നുണ്ട് എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഭഗവാൻ വരുന്നത്. എന്തിനാണ് ഭഗവാൻ വരുന്നത് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. സംഭവാമി ആത്മമായയാ എന്നാണ് ഭഗവാൻ പറയുന്നത്. എൻ്റെ മായ കൊണ്ട്. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാരുണ്യം എന്നാണ് അർത്ഥം. കാരുണ്യം. ഭഗവാന് നമ്മളോട് കാരുണ്യമുണ്ട്, സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ അവതരിക്കേണ്ട യാതൊരു കാര്യമില്ല, അല്ല? ഇവരിവിടെ കിടന്നിട്ട് കഷ്ടപ്പെടുകയാണ്. പ്രകൃതി സ്ഥാനി കർഷതി. ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും പറയാൻ സാധിക്കില്ല എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്, അല്ലെ? ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതിന്റെ യഥാർത്ഥ അവസ്ഥ ഭാഗവതത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടി ആ വയറിനകത്ത് കിടക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെ? ആ കുട്ടി ഇളകുന്ന സമയത്ത് അമ്മ പറയും, ആ കുട്ടി എന്താ അവിടെ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാണ്, മൂവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ അവസ്ഥ എന്താണ്? അത് അവിടെ കിടന്ന് പിടയ്ക്കുകയാണെന്നാണ് പറയുന്നത്. അമ്മ ചിലപ്പം എരിവുള്ളതോ പുളിവുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ വയറിനകത്ത് ചില വേംസ് ഒക്കെ ഉണ്ടാവും എന്ന് പറയും. അത് പോയിട്ട് അതിനെ കടിക്കും. അതിന്റെ സ്കിന്ന് വളരെ ടെൻഡറാണെന്ന് പറയും. സ്കിന്ന് വളരെ മൃദുവായിട്ടുള്ള സ്കിന്നാണ്. സ്കിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോഴാണ് ഈ പുഴുക്കളൊക്കെ പോയിട്ട് കടിക്കുന്നത്. അല്ലെങ്കിൽ അമ്മ കഴിച്ചിട്ടുള്ള ഭക്ഷണം അതിനെ എഫക്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് അതവിടെ കിടന്ന് പിടയ്ക്കും. ആ പിടയ്ക്കുന്ന സമയത്ത് അമ്മ പറയും, ആ ഡാൻസ് ചെയ്യണമെന്നൊക്കെ പറയും. ഞാൻ പാട്ട് കേട്ടിട്ട് കുട്ടി ഡാൻസ് ചെയ്യണമെന്നൊക്കെ പറയും. അപ്പൊ കുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ടെന്ന് പറയും. ഒരു വില്ല് പോലെ വളഞ്ഞിട്ടാണ് കുട്ടി കിടക്കുന്നത് എന്നാണ് പറയുന്നത്, അല്ലെ? തലയെടുത്തിട്ട് കാലിന്റെ ഇടയിൽ വെച്ചിട്ട് വളഞ്ഞിട്ടാണ് കിടക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളോട് ഒരു 5 മിനിറ്റ് പോലും അങ്ങനെ ഒരു സ്ഥലത്ത് പോയി കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും, അല്ലെ? അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് 10 മാസം എണ്ണിയിട്ട് കിടക്കാണ്.
ഇന്ന് വെള്ളിയാഴ്ച, നാളെ ശനിയാഴ്ച, എന്നാണ് എനിക്ക് പുറത്ത് വരാൻ പറ്റുന്നത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എണ്ണി ദിവസം എണ്ണിയിട്ടാണ്, കൗണ്ട് ചെയ്തിട്ടാണ് അത് അവിടെ ഇരിക്കുന്നത് എന്ന് പറയും. ഡീറ്റെയിൽ ആയിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ആ കുട്ടിയുടെ അനുഭവങ്ങൾ. ചുറ്റുപാടുള്ള വസ്തുക്കളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കളാണെന്ന് പറയുന്നു. അപ്പോൾ അതിന് അവിടെ കിടക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവസാന സമയത്ത് ആ കുട്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും ഡേഞ്ചറസ് ആണെന്ന്. അല്ലേ? അങ്ങനെ കുട്ടിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് കുട്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ ആ കുട്ടിക്ക് ഓർമ്മശക്തി കൊടുക്കുന്നുണ്ട്. പൂർവ്വജന്മത്തിലെ ഓർമ്മയൊക്കെ നമ്മൾക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന പറയും. ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. കാരണം ഭഗവാൻ ആരാണ്? ഭഗവാൻ സുഹൃത്താണ്, അല്ലെ? ഭഗവാൻ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ഓർമ്മശക്തിയൊക്കെ കൊടുക്കും. പൂർവ്വജന്മത്തിൽ നീ എന്തൊക്കെ ചെയ്തു, ഭഗവാൻ ഓർത്തില്ല, അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്ന് കിടക്കേണ്ടി വന്നത് എന്നുള്ള ഓർമ്മ കുട്ടിക്ക് ഉണ്ടാവും. ആ കുട്ടി ആ സമയത്ത് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വരികയില്ല, ഇനി ഒരിക്കലും ഞാനൊരു ജന്മം എടുക്കുകയില്ല, ഇനി ഒരിക്കലും ഞാനൊരു ഗർഭപാത്രത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഭഗവാനെ സ്തുതിക്കാനുള്ള ഓർമ്മശക്തിയൊക്കെ ആ കുട്ടിക്ക് ആ സമയത്ത് ഉണ്ടാവും. പിന്നെയാണ് മെമ്മറി പോകുന്നതെന്ന് പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് മെമ്മറി പോകുന്നത്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുട്ടി പറയുന്നുണ്ട്, ഇപ്പം ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഭഗവാനെ ഓർക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് എത്രയോ ജന്മത്തിന് ശേഷം കിട്ടിയിട്ടുള്ളൊരു ചാൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആളുകൾ ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും, അച്ഛനമ്മ, അതേപോലെ നഴ്സുമാര്, പിന്നെ റിലേറ്റീവ്സ്, കുടുംബക്കാരെല്ലാവരും വന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു പേരിടും, അല്ലേ? നമ്മൾക്കൊരു പേരിടും. 28ാമത്തെ ദിവസം പേരിടും. പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ നീ ഇതാണ് എന്ന് പറയും. പിന്നെ നമ്മൾ ആ പേര് മറ്റുള്ള ആൾക്കാരോടൊക്കെ പറയും. ആൾക്കാർ നമ്മളെ കണ്ട ഉടനെ എന്താ ചോദിക്കുക, എന്താ നിന്റെ പേര്, അല്ലേ? അപ്പം നമ്മൾ പറയും, എൻ്റെ പേര് ഇതാണ്. ഓ, നല്ല പേരാണല്ലോ. അപ്പം നമ്മൾ വിചാരിക്കുക, നല്ല പേരാണ്, എവിടുന്നാ വരുന്നത്? ഇന്ന സ്ഥലത്ത്. ഓ, നല്ല സ്ഥലമാണല്ലോ. ആരാ നിന്റെ അച്ഛനമ്മയും? ഓ, അവർ വലിയ ആൾക്കാരാണല്ലോ. അപ്പം നമ്മുടെ ഈഗോ നമ്മുടെ മൊത്തം ഐഡന്റിറ്റി അങ്ങോട്ട് മാറും. നമ്മുടെ പൂർവ്വജന്മത്തിനെ കുറിച്ച് മൊത്തം നമ്മളങ്ങോട്ട് മറന്നു പോകും എന്ന് പറയുന്നു. അതിൻ്റെ മുന്നേ ഒരു ഡിലീറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നേരെ കടന്നത് തല മുകളിലേക്കായിട്ടാണ് കടന്നിരുന്നത്. പിന്നെ പ്രസവിക്കുന്ന സമയത്ത് തല തിരിയുമെന്ന് പറയുന്നു. ഇതൊക്കെ ഭാഗവതത്തിൽ പറയുന്നതാണ്. മോഡേൺ സയൻസിൽ എന്ന് പറയുന്നത് എനിക്കറിയില്ല, ശരിയാണെന്നറിയില്ല. യെസ്, ശരിയാണ്. അപ്പം തല തിരിയെന്ന് പറയും. തല തിരിയുന്ന സമയത്തൊരു പ്രഷർ ഉണ്ടാകും എന്ന് പറയുന്നു. ആ പ്രഷർ ഈ കുട്ടിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. ആ പ്രഷറിൻ്റെ സമയത്ത് കുട്ടി താഴോട്ട് വരുന്ന സമയത്ത് കുട്ടിക്ക് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടാകും. അല്ല, അതുവരെ ആ കുട്ടി അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്നുള്ള ശ്വാസമാണ്, വെള്ളത്തിൽ നിന്നുള്ള വായുവിൽ ആണ് അത് ജീവിച്ചിരുന്നത്. ഇതുവരെ ശ്വാസം വലിച്ചിട്ടില്ല. അപ്പോൾ കുട്ടി താഴോട്ട് വരുന്ന സമയത്ത് രണ്ടും ഇല്ലാത്ത അവസ്ഥയുണ്ടാവും. അല്ല, അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്നുള്ള ശ്വാസമില്ല, പുറത്തുനിന്നുള്ള ശ്വാസമില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടു പോകുന്നു. ആ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ആ കുട്ടിയുടെ അതുവരെയുള്ള ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഈ ഫോർമാറ്റിംഗ്, മെമ്മറി ഡിലീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, നമ്മൾക്ക് പൂർവ്വജന്മം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് നമ്മൾ ചോദിക്കും, അല്ലേ? നമ്മൾക്ക് ഈ ജന്മത്തിനെ കുറിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ, അതുകൊണ്ട് എനിക്ക് പൂർവ്വജന്മം ഇല്ല എന്ന് അവർ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾക്ക് എല്ലാ കാര്യവും ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലേ? നമ്മൾ വയറ്റിൽ കിടന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. പക്ഷെ അത് സത്യമല്ലേ? സത്യമാണോ? സത്യമാണ്, അല്ലേ? ശിലപ്രഭാതർ പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച ചെയ്ത കാര്യം പോലും നമ്മൾക്ക് ഓർമ്മയില്ല, അല്ലേ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ശ്ലോകം പോലും നമുക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം മൊബൈലിൽ സത്യം പറയും. അപ്പം അത് നടക്കാത്തത് കൊണ്ടല്ല, പൂർവ്വജന്മം ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ ഓർമ്മയില്ല, നമ്മൾക്ക് ഓർമ്മ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം നമ്മുടെ ഐഡന്റിറ്റി മൊത്തം മാറിപ്പോകുമെന്നാണ് പറയുന്നത്. നമ്മളെ തന്നെ മറന്ന് വേറൊരു ഐഡന്റിറ്റിയിൽ നമ്മൾ ജീവിക്കേണ്ടി വരും എന്ന് പറയുന്നത്. അപ്പം ആദിദേവം
അജം എന്ന് പറഞ്ഞു, അജം. അപ്പം അങ്ങനെയാണ് നമ്മുടെ ജനനം. പക്ഷെ ഭഗവാന്റെ ജനനം അങ്ങനെയല്ല. ഭഗവാൻ ഏതൊക്കെ ശരീരം എടുത്തു കഴിഞ്ഞാലും ഭഗവാൻ ഒരിക്കലും ഭഗവാന്റെ മെമ്മറി ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഭഗവാന്റെ മെമ്മറി നമ്മൾക്ക് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? അതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞത് എന്താണ്? അർജുനൻ ചോദിച്ചത്, നിങ്ങൾ ഈ ഭഗവത്ഗീത പണ്ട് പറഞ്ഞു കൊടുത്തു, സൂര്യദേവൻ ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അഭിയം വിവസ്വാൻ മനവേ പ്രാഹ മനു ഇച്ഛാഗവേ അബ്രവീ എന്ന് പറഞ്ഞു. ലക്ഷക്കണക്കിന് വർഷം മുന്നേ ഇതേ ഭഗവത്ഗീത, സെയിം ഭഗവത്ഗീത ഞാൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ അർജുനൻ ചോദിച്ചു, അതെങ്ങനെ? നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, നമ്മൾ ഒരേ പ്രായമുള്ള ആളുകളാണ്, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പണ്ട് സൂര്യദേവൻ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിന്റെ മെമ്മറിയും എൻ്റെ മെമ്മറിയും സെയിം അല്ല, അല്ലേ? എന്താ ഭഗവാൻ പറഞ്ഞത്? ഇമം വിവസ്വതേ യോഗം. ഭഗവാൻ എന്താ പറഞ്ഞത്? ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപാം. നിനക്കത് ഓർമ്മയുണ്ടാവില്ല, കാരണം നീ ജനിക്കുന്നത് വേറെ സിസ്റ്റത്തിലാണ്, ഞാൻ ജനിക്കുന്നത് വേറെ സിസ്റ്റത്തിലാണ്. ഞാൻ അവതരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഭഗവാൻ സംഭവാമി ആത്മമായ, ഭഗവാൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ എവിടുന്ന് വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം, ഭഗവാന് എവിടുന്ന് വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. കാരണം എന്താണ്? ഭഗവാൻ എല്ലാറ്റിനും അകത്തിരിക്കുന്നുണ്ട്. അണ്ഡാന്തരസ്ഥം പരമാണു ഛയാന്തരസ്ഥം. നമ്മളോട് ചോദിക്കും, ഒരു സ്ത്രീക്ക് ജനിച്ച ഒരു കുട്ടിയല്ലേ നിങ്ങൾ ഈശ്വരനായിട്ട് കണക്കാക്കുന്നത്? ഞങ്ങളുടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ജനിച്ച ആളല്ല. ഞങ്ങളുടെ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടാക്കിയ വ്യക്തിയാണ്, അതാണ് ഈശ്വരൻ. അല്ലാതെ നിങ്ങളുടെ ഈശ്വരനെ പോലെ എന്താണ് ഏതെങ്കിലും സ്ത്രീക്ക് ജനിച്ച ആളല്ല ഈശ്വരൻ എന്ന് പറയും. പക്ഷെ ഈശ്വരന് എവിടെ നിന്ന് പ്രത്യക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഈശ്വരന് എവിടെ നിന്ന്? തൂണിൽ നിന്ന് പ്രത്യക്ഷപ്പെടാം, അല്ലേ? തൂണിൽ നിന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അതിന്റെ അർത്ഥം ഭഗവാന്റെ പിതാവ് തൂണാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ അമ്മ തൂണാണ് എന്നാണ്? അല്ല, ഭഗവാന് തൂണിന്റെ ആവശ്യമില്ല. തൂണിന്റെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവാന് പ്രത്യക്ഷപ്പെടാം. പ്രഹ്ലാദ പറഞ്ഞു തൂണിനകത്ത് ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തൂണിനകത്തുനിന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തൂണിൽ നിന്ന് വന്നതുകൊണ്ട് തൂണ് ഭഗവാന്റെ അമ്മയാണ്. തൂണുണ്ടെങ്കിലേ ഭഗവാന് ജനിക്കാൻ സാധിക്കുള്ളൂ എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല, അല്ലെ? ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നാണ് വരാഹ ഭഗവാൻ വന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം ബ്രഹ്മാവിന്റെ മൂക്ക് ഭഗവാൻ ആവശ്യമാണ് ജനിക്കണമെങ്കിൽ. അങ്ങനെയല്ല. അതേപോലെ തന്നെയാണ് ദേവകിയുടെ ഗർഭത്തിൽ നിന്നാണ് ഭഗവാൻ വന്നിട്ടുള്ളത്. അതിന് ഭഗവാന് സാധിക്കും, അല്ലെ? അതിന് ഭഗവാന് സാധിക്കും. അപ്പോഴാണ് ഭഗവാൻ ഭഗവാനാവുന്നത്. എവിടുന്ന് വേണമെങ്കിലും ഭഗവാന് പ്രത്യക്ഷപ്പെടാം. ഭഗവാൻ അത് സാധിക്കില്ല എന്ന് നമ്മൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? ഭഗവാൻ അതിനുള്ള കഴിവില്ല. ഭഗവാൻ എവിടുന്ന് വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പെർഫെക്റ്റ് അല്ല എന്നാണ് അർത്ഥം, അല്ലേ? പക്ഷെ നമ്മൾ ഭഗവാനെ കുറിച്ച് പറയുന്നത് ഭഗവാൻ പെർഫെക്റ്റ് ആണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഭഗവാൻ പെർഫെക്റ്റ് ആണ്. ഭഗവാനിൽ നിന്ന് വരുന്ന എല്ലാ അവതാരങ്ങളും പെർഫെക്റ്റ് തന്നെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഭഗവാൻ എവിടുന്ന് വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. അപ്പോഴാണ് ഭഗവാൻ പെർഫെക്റ്റ് ആവുന്നത്. അതുകൊണ്ട് ഭഗവാൻ അജനാണെങ്കിലും ഭഗവാൻ ഈ ലോകത്തിലേക്ക് വരാൻ സാധിക്കും. അജം. വിഭും എന്ന് പറയുന്നുണ്ട്, ഭഗവാന്റെ വലുപ്പത്തിനെ കുറിച്ച് പറയുന്നത്. വിഭും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വ്യക്തി എന്നാണ് അർത്ഥം. ഏറ്റവും വലുത്, അല്ലെ? നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വസ്തു എന്താണ്? ആനെ. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വസ്തു എന്താണ്? എന്താണ് നമ്മൾക്ക് കാണാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം? അത് കാര്യം, വസ്തു. എന്താ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും വലുത്? ഏറ്റവും വലുത് അത് വെച്ചിട്ട് വേണം നമ്മൾക്ക് ഭഗവാനുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? ഭഗവാന്റെ വലുപ്പം എത്രയാണ്? ഭഗവാന്റെ വലുപ്പത്തിനെ കുറിച്ച് ബ്രഹ്മസംഹിതയിൽ ഒരു സൂചന നമ്മൾക്ക് കിട്ടുന്നുണ്ട്.
നമ്മളെ വലുപ്പത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അത് ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ബാലാഗ്ര ശതഭാഗസ്യ ശതതോ കൽപ്പിതസ്യ. ഒരു മുടിയുടെ ടിപ്പ്, മുടി മുഴുവനായിട്ട് എടുത്തിട്ടല്ല, മുടിയുടെ ടിപ്പ്, അതിനെ 100 ഡിവൈഡ് ചെയ്യണം. ആ 100 ഡിവൈഡ് ചെയ്ത ഒരു പോർഷനെ വീണ്ടും 100 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ വലുപ്പമാണ് ജീവാത്മാവിനുള്ളത് എന്നാണ് പറയുന്നത്. നമ്മുടെ സൈസ്, ആ സൈസുള്ള സാധനമാണ് ഈ എല്ലാ ബോഡീസിനെയും എല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ആനേൻ്റെ ബോഡിയിലാണെങ്കിലും തിമിംഗലത്തിൻ്റെ ബോഡിയിലാണെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ബോഡിയിലാണെങ്കിലും സ്പിരിറ്റിൻ്റെ വലുപ്പം സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അറ്റോമിക് സൈസാണ് എന്നാണ് പറയുന്നത്. ഈ ഭഗവാന്റെ സൈസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സൈസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? യക്കാരണാർണവജലേ ഭജതി സ്മയോഗ നിദ്രാം അനന്ത ജഗദണ്ഡ സ രോമകൂപ ആധാരശക്തിം അവലംബ്യ പരാം സുമൂർത്തിം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ആൾക്കാർ പറയും, നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോന്നേ? അല്ല, നിങ്ങളൊക്കെ ഈശ്വരവിശ്വാസികളല്ലേ, നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാറ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് പറയാൻ സാധിക്കണം, ദൈവത്തിനെ കാണാനുള്ള കണ്ണ് നമ്മൾക്ക് ഇല്ല. കാരണം ഭഗവാന്റെ വലുപ്പത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാന്റെ വലുപ്പത്തിനെ കുറിച്ച് എന്താണ് പറയുന്നത്? യക്കാരണാർണവജലേ ഭജതി സ്മയോഗ നിദ്രാം അനന്ത ജഗദണ്ഡസ രോമകൂപ. ഓരോ ജഗദണ്ഡങ്ങളും ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്നത്. ഓരോ ജഗദണ്ഡങ്ങളും ഭഗവാന്റെ രോമകൂപത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്നത്. ഒരു ജഗദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ബ്രഹ്മാവ് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രപഞ്ചത്തിനെയാണ് ജഗദണ്ഡം എന്ന് പറയുന്നത് അല്ലേ. അതിൽ എത്ര ലോകങ്ങളുണ്ട്? അതിൽ 14 പ്ലാനറ്ററി സിസ്റ്റം ഉണ്ടെന്ന് പറയും. ഓരോ പ്ലാനറ്ററി സിസ്റ്റത്തിലും കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ടെന്ന് പറയും അല്ലേ. ഒരു ഗ്രഹത്തിനെ പോലും നമ്മൾക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഭൂമിയെ പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടോ? അല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ ചിത്രങ്ങളൊക്കെ വരച്ചതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഭൂമിയെ പൂർണ്ണമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഈ ഗ്രഹത്തിനെ തന്നെ എത്രയോ കോടാനുകോടി ഗ്രഹങ്ങളുള്ള ഈ ജഗദണ്ഡത്തിൽ ഒരു ഗ്രഹത്തിനെ പോലും നമ്മൾ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. ഈ കോടിക്കണക്കിന് ഗ്രഹങ്ങൾ മുഴുവൻ ഭഗവാന്റെ ഒരു രോമകൂപത്തിൽ നിന്ന് അകത്തെന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഭഗവാന്റെ ഒരു രോമകൂപത്തിന്റെ സൈസിനെ കുറിച്ചാണ് പറയുന്നത്. എത്രയായിരിക്കും അല്ലെ? ആ ഒരു ജഗദണ്ഡം ഭഗവാന്റെ രോമകൂപത്തിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ഒരു ഗ്രഹത്തിന്റെ അറ്റം പോലും കാണാൻ സാധിക്കാത്ത നമ്മൾക്ക് എങ്ങനെയാണ് ഈ ജഗദണ്ഡം മുഴുവൻ കാണാൻ സാധിക്കുന്നത്? അതാണ് ഭഗവാന്റെ ഒരു രോമകൂപം. അപ്പൊ അത് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. ഭഗവാന്റെ ഒരു രോമകൂപം പോലും നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല യഥാർത്ഥത്തിൽ അല്ലെ. നമ്മുടെ ഈ രോമകൂപത്തിൽ ഉണ്ടാവും. ശ്രീ രാധാമാധവ് കീ ജയ. ഒരുപാട് ജീവികൾ നമ്മുടെ സ്കിന്നിലുണ്ടാവും. ഒരുപാട് ജീവികൾ അല്ലെ, മൈക്രോ ഓർഗാനിസം. അപ്പം നമ്മുടെ ഈ രോമകൂപം എന്താണ് പറയുക? രോമകൂപം എന്നില്ല പറയാം. ആ രോമകൂപത്തിനകത്തിരിക്കുന്ന മൈക്രോ ഓർഗാനിസം തമ്മിൽ സംസാരിക്കുകയാണ്. ഒരു മൈക്രോ ഓർഗാനിസത്തിന് എവിടുന്നോ ഇൻഫർമേഷൻ കിട്ടി, നിങ്ങൾ മനുഷ്യന്റെ ശരീരത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടി, ഗുരുപരമ്പര വഴി കിട്ടി. അപ്പൊ അത് മറ്റേ മൈക്രോ ഓർഗാനിസത്തിനോട് പറയാം, ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എവിടെ ഇരിക്കുന്നത്? നമ്മുടെ സ്കിന്നിലായിരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവരുടെ രോമകൂപത്തിനകത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്നത്. അപ്പൊ അദ്ദേഹം ഒരിക്കലും സമ്മതിക്കുന്നില്ല. അതെങ്ങനെയാണ്? നീ കണ്ടിട്ടുണ്ടോ? നീ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അടിയുണ്ടാക്കും. അതേപോലെ തന്നെ നമ്മുടെ അവസ്ഥ അല്ലെ. ഒരു ബാക്ടീരിയക്ക് ഒരിക്കലും മനുഷ്യനെ കാണാൻ സാധിക്കുന്നില്ല, പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ അത് ഇരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ശരീരത്തിലാണ് അല്ലെ. നമ്മുടെ വായ്ക്കകത്താണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഉള്ളത്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വായ്ക്കകത്ത് ഒരുപാട് ബാക്ടീരിയ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയും വലുതാണ് ഭഗവാന്റെ സൈസ് എന്ന്. ഭഗവാന്റെ ഒരു രോമകൂപത്തിന്റെ സൈസ് എത്രയാണ്? ഒരു ജഗദണ്ഡം മുഴുവൻ പുറത്തേക്ക് വരുന്ന
അത്രയും വലിയ സൈസാണ് ഭഗവാന്റെ ഒരു രോമകൂപത്തിൻ്റെ സൈസ്. അപ്പോൾ ഒരു ജഗദണ്ഡത്തിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ഒരു രോമകൂപത്തിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? പക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ ഡയമീറ്റർ എത്രയാണ് നമുക്ക് ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. കാരണം നമുക്ക് തൊട്ടടുത്ത ഗ്രഹത്തിലേക്ക് തന്നെ പോകാൻ സാധിക്കുന്നില്ല, അല്ലേ? നമ്മൾ പറയുന്ന 60 വർഷം മുന്നേ നമ്മൾ ചന്ദ്രനിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും നമ്മൾക്ക് മനുഷ്യന്മാർക്ക് ചന്ദ്രനിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. തൊട്ടടുത്ത ഗ്രഹമാണ്, തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ മൊത്തം ഗ്രഹങ്ങളുടെ കാര്യം നമ്മൾക്ക് അറിയുകയില്ല. യഥാർത്ഥത്തിൽ നമ്മൾക്ക് അറിയുകയില്ല, പക്ഷെ നമ്മൾ അറിയില്ല എന്നൊരിക്കലും സമ്മതിക്കില്ല. നമുക്കറിയാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഭഗവാനെ വിഭു എന്ന് പറയും. വിഭു, അത്രയും വലുതാണ് ഭഗവാന്റെ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ജഗദണ്ഡം മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു കണ്ണ് നമ്മൾക്കുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ഭഗവാന്റെ ഒരു രോമകൂപമൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കണ്ണ് നമ്മൾക്കില്ല, അല്ലേ? ഭാഗ്യം. അങ്ങനെ കണ്ണുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും. അപ്പം ദിവ്യം ആദിദേവം അജം വിഭം എന്ന് ഇത്രയും ഭഗവാനെ കുറിച്ച് അർജുനൻ പറഞ്ഞു. പരംബ്രഹ്മമാണെന്ന് പറഞ്ഞു, പരംധാമമാണെന്ന് പറഞ്ഞു, പവിത്രമാണെന്ന് പറഞ്ഞു, പരമം ഭവാൻ, ഭഗവാൻ പരമമായിട്ടുള്ള ഭഗവാൻ ഈശ്വരനാണെന്ന് പറഞ്ഞു, പുരുഷൻ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു, ശാശ്വതം ഒരിക്കലും നശിക്കാത്തവനാണെന്ന് പറഞ്ഞു, ദിവ്യം ഈ ഭൗതിക ലോകത്തിന്റെ ഭാഗമല്ലാത്തവനാണെന്ന് പറഞ്ഞു, ആദിദേവം എല്ലാ ദേവന്മാരുടെയും ഉറവിടമാണെന്ന് പറഞ്ഞു, അജം ജനിക്കേണ്ട ആവശ്യമില്ലാത്തവനാണെന്ന് പറഞ്ഞു, വിഭു ഏറ്റവും വലിയ വ്യക്തിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇത്രയും അർജുനൻ ഭഗവാനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇതൊക്കെ വളരെ ഓതന്റിക് ആയിട്ട് പറയുന്നതാണെന്ന് അർജുനൻ പറഞ്ഞു. ഞാൻ വെറുതെ പറയുന്നതല്ല, അർജുനൻ നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതല്ല, അർജുനൻ ഭഗവാൻ ഫ്രണ്ട്സ് ആയതുകൊണ്ട് പറയുന്നതല്ല, ഇത് വേദങ്ങളിൽ നിന്ന് അർജുനൻ പഠിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നു. ആഹുസ്ത്വാം ഋഷയ സർവേ ദേവർഷിർ നാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ. ഇത് അർജുന ആദ്യമായിട്ട് കേൾക്കുന്നതല്ല, ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നേരത്തെ തന്നെ കേട്ടിട്ടുള്ളതാണ്. ആഹുസ്താം ഋഷയ സർവേ, എല്ലാ ഋഷിമാരും വേദങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അർജുനൻ പഠിച്ച വ്യക്തിയാണ്. അന്നത്തെ കാലത്ത് വേദങ്ങളാണ് പഠിപ്പിക്കുക, അപ്പോൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അതേപോലെ ഉന്നതരായിട്ടുള്ള ഋഷിമാരിൽ നിന്നും കേട്ടിട്ടുണ്ട്. അസിതോ ദേവലോ വ്യാസ സ്വയം ചെയ്വ ബ്രവീഷമേ. ഇപ്പം അർജുനൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടി. എന്താണ്? നേരിട്ട് ഭഗവാനിൽ നിന്ന് കേൾക്കാനുള്ള ചാൻസ് കിട്ടി. സ്വയം ചെയ്വ ബ്രവീഷമേ. നേരത്തെ പഠിച്ചിട്ടുള്ളത് ഭഗവാനിൽ നിന്ന് നേരിട്ട് കേൾക്കാനുള്ള ഒരു ചാൻസ് അർജുനന് കിട്ടി എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ അർജുനൻ പറഞ്ഞതൊക്കെ വേദങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത്. അപ്പം അതേപടി തന്നെ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഭഗവത്ഗീത യഥാർത്ഥ രീതിയിൽ, ഈ യഥാരൂപം ഭഗവത്ഗീത നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാരൂപം ഭഗവത്ഗീത മനസ്സിലാക്കണമെങ്കിൽ അർജുനൻ എന്ത് പറഞ്ഞോ അതേപടി നമ്മൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ ഈ ശ്ലോകം കൂടി വായിക്കാം. നമ്മൾ ഇന്നത്തെ ശ്ലോകം വായിച്ചിട്ടില്ല. ഇന്നത്തെ ശ്ലോകം കംപ്ലീറ്റ് എടുക്കുന്നില്ല, എല്ലാവരും പേടിച്ചു പോയി. ഇനിയിപ്പം ശ്ലോകം എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഇതുവരെ പറഞ്ഞവർക്ക് എന്താണ്? യെസ്, പൂരത്തിന്റെ സാമ്പിൾ മേടിക്കിട്ടായിരുന്നു ഇതുവരെ കണ്ടത്. ഇപ്പൊ പൂരം തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇല്ല, ശ്ലോകം മാത്രം വായിക്കാം. സമയമാകുമ്പോൾ ഞാൻ നിർത്തിക്കോളാം. യെസ്, ശ്ലോകം 14 വായിക്കാം. ശ്ലോകം വായിച്ചില്ലേ നമ്മൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, 14ാമത്തെ ശ്ലോകം വായിക്കാം. സർവമേധാധൃതം മന്യേ യന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാനദാനവാ. സർവമേധാധൃതം മന്യേ യന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാനദാനവാ. സർവമേധാധൃതം മന്യേ യന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാനദാനവാ.
ശ്ലോകം വായിച്ചോളൂ. സർവമേതദ്രുതം മന്യേ യന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാന ദാനവ. സർവമേതദ്രുതം മന്യേ യന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാന ദാനവ. സർവമേതദ്രുതം മന്യേ യന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാന ദാനവ. സർവമേതദ്രുതം മന്യേ യന്മാം വദസി കേശവ നഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാന ദാനവ. വാക്കാർത്ഥം വായിക്കാം. കേശവ, ഹേ കേശവ, മാം എന്നോട്, യത് യാതൊന്നിനെ, വദസി അങ്ങ് പറയുന്നുവോ, ഏതത് സർവം ഇത് മുഴുവൻ, ഋതം സത്യമെന്ന്, മന്യേ ഞാൻ സ്വീകരിക്കുന്നു, ഭഗവൻ ഹേ ഭഗവാൻ, ഹി തീർച്ചയായും, തേ അങ്ങയുടെ, വ്യക്തിത്വത്തെ, ദേവാഹ ദേവന്മാർ, ന വിദു അറിയുന്നില്ല, ദാനവാഹ ദാനവന്മാരും, ന വിദു അറിയുന്നില്ല. വിവർത്തനം വായിച്ചോളൂ. അല്ലയോ കൃഷ്ണ, അങ്ങ് പറഞ്ഞിട്ടില്ല, ഞാൻ അതേപടി സത്യമായി മനസ്സിലാക്കി സ്വീകരിക്കുന്നു. പ്രഭു, ദേവന്മാർക്കോ ദാനന്മാർക്കോ അവിടുത്തെ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയില്ല. ആവർത്തനം അവിശ്വാസികൾക്കും ആസുര ബുദ്ധികൾക്കും കൃഷ്ണനെ മനസ്സിലാക്കാൻ സാധ്യമല്ലെന്ന് അർജുനൻ വ്യക്തമാക്കും. ദേവന്മാർ പോലും അദ്ദേഹത്തെ അറിയുന്നില്ല എന്നിരിക്കെ ആധുനിക ലോകത്തിലെ പണ്ഡിതന്മാരെന്ന് നടിക്കുന്നവരെ കുറിച്ച് എന്ത് പറയാൻ? ഭഗവത് കരുണ കൊണ്ട് മാത്രമാണ് പരമസത്യവും പരിപൂർണതയും കൃഷ്ണൻ തന്നെയെന്ന് അർജുനന് ബോധം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ വഴിയാണ് ഏവരും സ്വീകരിക്കേണ്ടത്. അർജുനൻ ഭഗവത്ഗീതയുടെ പ്രാമാണികതയും ഉൾക്കൊണ്ട് 4-ാം അധ്യായത്തിൽ വിവരിച്ചതുപോലെ ഗുരുശിഷ്യ പരമ്പര വഴിക്കുള്ള ഗീതാവിജ്ഞാനം കാലക്രമേണ നഷ്ടപ്പെട്ടുപോയി. കൃഷ്ണൻ അർജുനനെ തന്റെ ഉറ്റ സുഹൃത്തും മഹാഭക്തനുമായി കരുതിയതുകൊണ്ടാണ് ആ പാരമ്പര്യ പദ്ധതിയെ അർജുനനിലൂടെ പ്രസ്താവിച്ചത്. ഗീതോപനിഷത്ത് അഥവാ ഭഗവത്ഗീതയുടെ മുഖവുരയിൽ പ്രസ്താവിച്ചതുപോലെ പാരമ്പര്യമായ വഴിക്ക് തന്നെയാണ് ഈ ജ്ഞാനം നേടേണ്ടത്. പാരമ്പര്യ സമ്പ്രദായം നശിച്ചപ്പോൾ അതിനെ പുനരുദ്ധീകരിക്കുവാനായി അർജുനൻ തിരഞ്ഞെടുത്തു. കൃഷ്ണൻ ഉദ്ദേശിച്ചതെല്ലാം അർജുനൻ അനുസരിച്ചിരുന്നത് അനുകരണീയമത്രേ. അങ്ങനെ ചെയ്താൽ ഭഗവത്ഗീതയുടെ കാതൽ എന്തെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മാത്രമേ കൃഷ്ണൻ പരമദിവ്യത്വവും പുരുഷനാണെന്ന് അറിയാൻ നമുക്ക് കഴിയൂ. ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ശില പ്രഭുപാദർ പറയുന്ന കാര്യം, അങ്ങനെ ചെയ്താൽ ഭഗവത്ഗീതയുടെ കാതൽ എന്തെന്ന് മനസ്സിലാക്കാം. ഭഗവത്ഗീതയുടെ കോർ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്? ഭഗവാൻ പറയുന്ന എല്ലാ കാര്യവും അതേപടി അംഗീകരിച്ചു. എന്തൊക്കെയാണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് വ്യാഖ്യാനിക്കാതെ അതേപടി അംഗീകരിച്ചു എന്നുള്ളതാണ്, അല്ലേ? സാധാരണഗതിയിൽ നമ്മൾ ഭഗവത്ഗീത പ്രഭാഷണം കേൾക്കുമ്പോൾ ഓരോ വാക്കിനും അവർ വ്യാഖ്യാനിക്കും, അവരുടെ സ്വന്തം ഒരു അഭിപ്രായം പറയും, എന്നാൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. ഇവിടെ എന്താണോ പറഞ്ഞത് അത് പറയാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, അല്ലേ? കുരുക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരമാണ് കുരുക്ഷേത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സാണ് കുരുക്ഷേത്രം എന്നൊക്കെ പറയും. അങ്ങനെ വ്യാഖ്യാനിക്കണം, അപ്പോഴേ നമ്മൾ കുറച്ച് പണ്ഡിതനായിട്ട് മാറുന്നുള്ളൂ. ഇവിടെ പറയുന്നത് അതേപടി പറയുകയാണെങ്കിൽ നമ്മൾ പണ്ഡിതനാവുന്നില്ല, അല്ലേ? അപ്പോൾ കുറച്ച് പണ്ഡിതനാവാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് വ്യാഖ്യാനിക്കും. കുരുക്ഷേത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ അത് ശാസ്ത്രത്തിൽ പറയുന്നതല്ല. ഭഗവാൻ പറയുന്നുണ്ട്
തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യാകാര്യ വ്യവസ്ഥിതു. എന്താണോ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇവിടെ അർജുനും നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അർജുൻ എന്താണ് പറയുന്നത്? സർവമേത ഋതം മന്യേ യന്മാം വദസി കേശവ എന്നാണ് പറയുന്നത്. അങ്ങ് പറഞ്ഞതെല്ലാം സർവമേത. ഈ ശ്ലോകം എനിക്ക് ഇഷ്ടപ്പെട്ട്, അത് ഞാൻ എടുക്കാം. മറ്റതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സർവധർമാൻ അത്ര എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സമൂഹം സർവബോധേശം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരോടും ഈക്വലാണ് ഭഗവാൻ. സർവധർമാൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് ഞാൻ എടുക്കാം, അത് ഞാൻ എടുക്കുന്നില്ല. എനിക്ക് കർമ്മയോഗമാണ് ഇഷ്ടം, എനിക്ക് ഭക്തിയോഗം അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അങ്ങനെ എടുക്കാൻ സാധിക്കില്ല. എങ്ങനെയാണ് അർജുനൻ എടുത്തത്? സർവമേത ധൃതം. എന്തൊക്കെയാണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം എങ്ങനെ എടുത്തു എന്നാണ് പറയുന്നത്? സർവ ഏത ഋതം മന്യേ എന്നാണ് പറയുന്നത്. ഋതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഋതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് എന്തൊക്കെയാണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് സത്യമാണ്. ഭഗവാൻ പറഞ്ഞു അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ എന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം എന്ന് ഭഗവാൻ പറഞ്ഞു. അത് അതേപടി അർജുനൻ അംഗീകരിച്ചു. അല്ലെ, വേറെ ആരെങ്കിലും ആണോ എന്ന് അർജുനന് യാതൊരു സംശയമില്ല. അതേപടി അർജുനൻ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഹൃദമായിട്ട് ഭഗവാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് സത്യമായിട്ട് അംഗീകരിച്ചിട്ടാണ് അർജുനൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഭഗവത്ഗീതയിൽ പറയുന്ന എല്ലാ ശ്ലോകവും സത്യമാണ് എന്ന് അംഗീകരിച്ചാലേ നമ്മൾക്ക് ഭഗവത്ഗീത ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോഴേ നമ്മൾക്ക് ഭഗവത്ഗീതയുടെ ആ എന്താണ് കാതൽ എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീലപ്രഭാതരുടെ പറയുന്നു. സർവമേത ഋതം മന്യേ യന്മാം വദസി കേശവ നഹിതേ ഭഗവൻ വ്യക്തിം വിദുർദേവ ന ദാനവ. അപ്പൊ യഥാർത്ഥത്തിൽ സത്യം പറയുന്നത് ആരാണ്? ഭഗവാൻ മാത്രമാണ് സത്യം പറയുന്നത്. കാരണം എന്താണ്? ഭഗവാൻ മാത്രമേ സത്യം എന്താണെന്ന് അറിയുകയുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്നതൊന്നും സത്യമല്ലേ? അല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ജ്ഞാനമായിട്ട് ബന്ധപ്പെടാത്തതൊന്നും സത്യമല്ല, അത് ഇല്യൂഷനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നും സത്യമല്ല. സത്യമല്ലാത്തത് കൊണ്ടാണ് അത് നിലനിൽക്കാത്തത്. അല്ലേ? നമ്മൾ പറഞ്ഞ വാക്കുകൾ നിലനിൽക്കുന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞാൽ മാറും. അല്ലേ? നമ്മൾ പറയുന്ന വാക്കുകൾ ആരെങ്കിലും എഴുതി വെക്കുന്നുണ്ടോ? എന്നിട്ട് 5000 വർഷങ്ങൾക്ക് ശേഷം ഇത് പഠിക്കും. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പഠിക്കും. കാരണം എന്താണ്? നമ്മൾ പറയുന്നത് താൽക്കാലികമായിട്ടുള്ള സത്യങ്ങളാണ്, ടെമ്പററി ട്രൂത്താണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അത് ടെമ്പററി ആണ്, താൽക്കാലികമാണ്. പക്ഷെ ഭഗവാൻ പറയുന്നത് എന്താണ്? അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രൂത്താണ്. പരമസത്യം പറയാൻ സാധിക്കുന്നത് ആർക്ക് മാത്രമാണ്? ഭഗവാന് മാത്രമാണ്. അതുകൊണ്ട് ഭഗവാന്റെ സിലബസ് ഒരിക്കലും മാറ്റേണ്ട ആവശ്യമില്ല. അല്ലേ? ഭഗവാൻ മാത്രമേ സത്യം അറിയുകയുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് അർജുനൻ ബുദ്ധിമാനാണ്, അർജുനൻ ഇന്റലിജന്റ് ആണ്. അതുകൊണ്ട് അർജുനൻ എന്ത് പറഞ്ഞു? അങ്ങ് പറഞ്ഞതൊക്കെ സത്യമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ പറയുന്നതൊക്കെ താൽക്കാലികമായിട്ടുള്ള, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ സത്യം പറഞ്ഞു, അതൊരു വാസ്തവം പറഞ്ഞു, നമ്മുടെ ഒരു ഹോണസ്റ്റി നമ്മൾ കാണിച്ചതാണ്. അതെന്തല്ല, അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ പറയുന്നത് ഏത് പ്രപഞ്ചത്ത് പോയിട്ട് നിങ്ങൾക്ക് പറയാം. ഭഗവാൻ ഇവിടെ പറയുന്ന കാര്യം നമ്മൾ ഏത് പ്ലാനറ്റിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾക്ക് പറയാം. അഹം സർവസ്യ പ്രഭോ മത്ത സർവം പ്രവർത്തതേ. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ. ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനം ജ്ഞാത്വമാം ശാന്തി പൃച്ഛതി. ഇതന്നെയാണ് എല്ലാ ലോകത്തിലും ഉള്ള ഗീത. പാതാളത്തിൽ പോയിട്ട് നമുക്ക് പറയാം, ബ്രഹ്മലോകത്ത് പോയിട്ടും ഇതന്നെ പറയാം, മാറ്റി പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പം ഓരോ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയേണ്ടി വരും. അതുകൊണ്ട് അൾട്ടിമേറ്റ് ട്രൂത്ത് നമ്മൾക്ക് അറിയുകയില്ല. അൾട്ടിമേറ്റ് ട്രൂത്ത് ഭഗവാനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഭാഗവതം തുടങ്ങുന്നത്. അല്ലേ?
സത്യം പരം ധീമഹി എന്നാണ് പറയുന്നത്. പരമമായിട്ടുള്ള സത്യമാണ് പറയാൻ പോകുന്നത് എന്നാണ്. പക്ഷെ അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഭാഗവതം ഒരു കഥയാണ്, കെട്ടുകഥയാണ് എന്നൊക്കെ പറയും, അല്ലേ? അവര് പറയുന്ന കഥയൊന്നും ആരും പഠിക്കാൻ പോകുന്നില്ല. ഭാഗവതം പുരാണമാണ്, അല്ലെ? ഭാഗവതം എത്രയോ കാലം മുന്നേ, എത്ര വർഷം മുന്നെയാണ് ഭാഗവതം വന്നിട്ടുള്ളത്? എത്ര വർഷം മുന്നെയാണ്? 5000 ആണോ 10,000 ആണോ? എത്ര വർഷം മുന്നെയാണ് ഭാഗവത പുരാണം വന്നിട്ടുള്ളത്? എത്ര വർഷം മുന്നെയാണ്? ആദ്യം ഭാഗവതം പറഞ്ഞു കൊടുത്തത് ആർക്കാണ്? ബ്രഹ്മാവനാണ്, അല്ലെ? തേനേ ബ്രഹ്മഹൃദ ആദികവയെ മുഹ്യന്തി യത്സൂരയ. ബ്രഹ്മാവിന് 5000 വർഷം മുന്നെയാണ് പറഞ്ഞു കൊടുത്തത്? അല്ല, ബ്രഹ്മാവിന് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യ കാലത്ത് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഏത് സമയത്ത്? ഈ പ്രപഞ്ചമല്ല, എപ്പോഴാണോ സൃഷ്ടി ആരംഭിച്ചത് അപ്പൊ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണ് സൃഷ്ടി ആരംഭിച്ചത് അത് നമ്മൾക്കറിയില്ല, അല്ലേ? ഭഗവാനുള്ള കാലം തൊട്ട് തന്നെ സൃഷ്ടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴെ തന്നെ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭാഗവതം. അതുകൊണ്ട് ഭാഗവതം 5000 വർഷം മുന്നുള്ള ഒരു ശാസ്ത്രമല്ല. അതുകൊണ്ടാണ് ഭാഗവതം പുരാണമമലം എന്ന് പറയുന്നത്. ശ്രീമദ് ഭാഗവതം പുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാലം നമ്മൾക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അത്രയും ഓൾഡാണ്, വെരി ഓൾഡാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 5000 വർഷമല്ല. തേനെ ബ്രഹ്മഹൃദ ആദികവയെ മുഹ്യന്തിയ സൂരയ തേജോ വാരിമൃ വിനിമയോ എത്ര ത്രിസർഗോ അമൃഷാം ധാംന. എന്താണ്? സത്യം പരം ധീമഹി. പരമസത്യത്തിനെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത് എന്നാണ് പറയുന്നത്. പരമസത്യമാരാണ്? അതാദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ശ്ലോകം തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് വ്യാസദേവൻ, ഞാൻ പരമസത്യത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആദ്യം എങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാൻ വാസുദേവന് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഭഗവാൻ വാസുദേവനാണ് ആര്? പിന്നീട് പറയുന്നതൊക്കെ ഭഗവാൻ വാസുദേവനെ കുറിച്ച് പറയുന്നതാണ്. ജന്മാദ്യസ്യത, എല്ലാറ്റിൻ്റെയും ഉറവിടമായിട്ടുള്ള അഭിജ്ഞ, സ്വരാട്, ഇതൊക്കെ ഭഗവാനെ കുറിച്ച് പറയുന്നതാണ്. സത്യം പരം ധീമഹി, ഇതൊക്കെ ഭഗവാനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ആദ്യം തന്നെ യാതൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ ഭഗവാൻ വാസുദേവനാണ് പരമസത്യം. അതുകൊണ്ട് ഭഗവാൻ വാസുദേവൻ പറയുന്നതും എന്തുതന്നെയാണ്? ഭഗവാൻ വാസുദേവൻ പറയുന്നതും പരമ സത്യം തന്നെയാണ്. അപ്പം നമ്മൾക്ക് സത്യം എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവത്ഗീത ഭാഗവതത്തിൽ നിന്നുള്ള സത്യം നമ്മൾ കേൾക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഈ സത്യം ഈ ഭൗതിക ലോകത്തിലുള്ള ആർക്കും അറിയുകയില്ല എന്നാണ് പറയുന്നത്. ആർക്കും അറിയുന്നില്ല ഈ സത്യം, ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള സത്യം. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ തന്നെ നമ്മൾ വായിച്ചു, നഹിതേ ഭഗവൻ വ്യക്തിം വിദുർദേവ ന ദാനവ. ഇത് ദേവന്മാർക്കൊന്നും അറിയുന്നില്ല. ദേവന്മാർക്കോ ദാനന്മാർക്കോ ഒന്നും ഭഗവാനെ കുറിച്ചുള്ള സത്യം അറിയുകയില്ല. ചിലപ്പോൾ ബ്രഹ്മാവ് പോലും മറന്നുപോകും ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യം, അല്ലെ? ബ്രഹ്മാവ് പോലും മറന്നുപോയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവന്മാര് പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പൊ ഭഗവാനെ കുറിച്ച് ആർക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ് പറയുന്നത്? ഭഗവാൻ മാത്രമേ അറിയുള്ളൂ. പിന്നെ എങ്ങനെ നമ്മൾക്ക് കിട്ടും? നമ്മള് മഹാജനങ്ങളിൽ നിന്ന് കേൾക്കണമെന്നാണ് പറയുന്നത്. 12 മഹാജനങ്ങൾക്കേ ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം അറിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. ആ 12 മഹാജനങ്ങളുടെ പേര് ഭാഗവതത്തിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെ? 12 മഹാജനങ്ങൾ. നമ്മൾ കേൾക്കുന്നത് ആ മഹാജനങ്ങളിൽ നിന്ന് വരുന്ന ഗുരുപരമ്പരയിലൂടെ ആയിരിക്കും. അപ്പോഴേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആരൊക്കെയാണ് ഈ 12 മഹാജനങ്ങൾ. ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയുന്ന 12 മഹാജനങ്ങൾ ആരൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് യമധർമ്മ രാജാവ് യമദൂതന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെ? ആരൊക്കെയാണ്? സ്വയംഭൂ, നാരദ, ശംഭു, കുമാരോ കപിലോ മനു, പ്രഹ്ലാദോ, ജനകോ, ഭീഷ്മോ, ബലിർ, വയ്യാസകീർ,
വയം എന്ന് പറയുന്നത്. 12 മഹാജനങ്ങളാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പേരുകളാണ്. ആരൊക്കെയാണ്? പഠിച്ചാലോ? ഇപ്പൊ പഠിക്കും. യെസ്. എന്താ ശ്ലോകം പഠിച്ചാൽ മതി. സ്വയംഭൂ, നാരദ, ശംഭു. ഓരോ ശ്ലോകത്തിലും 3 പേര്. സ്വയംഭൂ, നാരദ, ശംഭു. കുമാരോ കപിലോ മനു. കുമാരോ കപിലോ മനു. പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ. ബലിർ വയ്യാസകിർ വയം. 3 4 12. പറ്റോ? സ്വയംഭൂ, നാരദ, ശംഭു, കുമാരോ കപിലോ മനു, പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ, ബലിർ വയ്യാസകിർ വയം. നമ്മൾ ഇപ്പം ചിലപ്പോൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ടൂണിൽ നമ്മൾ ചൊല്ലിയാൽ മതി. സ്വയംഭൂ, നാരദ, ശംഭു, കുമാരോ കപിലോ മനു, പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ, ബലിർ വയ്യാസകിർ വയം. സ്വയംഭൂ, നാരദ, ശംഭു, കുമാരോ കപിലോ മനു, പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ, ബലിർ വയ്യാസകിർ വയം. സ്വയംഭൂ, നാരദ, ശംഭു, കുമാരോ കപിലോ മനു, പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ, ബലിർ വയ്യാസകിർ വയം. ആരെ മെമ്മറി ടോപ്പായിട്ടുള്ളത്? ആരാ പറയുന്നത്? പഠിച്ചോ? മാതാജി പറഞ്ഞോ. യെസ്, കറക്റ്റ്. മാതാജി പറഞ്ഞു. ഹരിബോൾ, ഹരിബോൾ. മാതാജി നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട്. യെസ്. അപ്പൊ ഈ 12 മഹാജനങ്ങളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ആരെങ്കിലും പഠിച്ചോ? സ്വയംഭൂ, നാരദ, ശംഭു, കുമാരോ കപിലോ മനു, പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ, ബലിർ വയ്യാസകിർ വയം. അതിൽ ആരൊക്കെയാണെന്ന് മനസ്സിലായോ? സ്വയംഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവ് തന്നെയാണ്, അല്ലെ? സ്വയംഭൂ. ബ്രഹ്മാവിന് അമ്മയില്ല, ഭഗവാനിൽ നിന്ന് നേരിട്ട് ജനിച്ചതാണ്. അതുകൊണ്ട് ബ്രഹ്മാവിനെ സ്വയംഭൂ എന്ന് പറയുന്നു. സ്വയംഭൂ. നാരദ, അല്ല, ബ്രഹ്മാവിന്റെ പുത്രനാണ് നാരദൻ. സ്വയംഭൂ, നാരദ, ശംഭു. ശംഭുവും ബ്രഹ്മാവിന്റെ പുത്രൻ തന്നെയാണ്, ശിവൻ. പിന്നെ ആരാണ്? കുമാരൻ. കുമാരന്മാരും ബ്രഹ്മാവിന്റെ പുത്രന്മാർ തന്നെയാണ്. കപിലൻ. കപിലൻ ഭഗവാന്റെ അവതാരമാണ്. സാങ്കേശാസ്ത്രം പറയുന്ന കപില ഭഗവാൻ. കുമാരോ കപിലോ മനു. മനു ബ്രഹ്മാവിന്റെ മക്കൾ തന്നെയാണ്. ഇപ്പോൾ ബ്രഹ്മാവും ബ്രഹ്മാവിന്റെ മക്കൾ തന്നെയാണ്, 2 വരിയിൽ. കപില ഭഗവാൻ മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ, അല്ലേ? ബ്രഹ്മാവ്, സ്വയംഭൂ, നാരദൻ, ശംഭു. ബ്രഹ്മാവും ബ്രഹ്മാവിന്റെ 2 മക്കളും. കുമാരോ കപിലോ മനു. അതിൽ കപിലൻ ഒഴികെ ബാക്കി 2 ആൾക്കാരും, കുമാരനും മനുവും ബ്രഹ്മാവിന്റെ മക്കളാണ്. ഈ 2 വരി ഓർമ്മയുണ്ടോ? സ്വയംഭൂ, നാരദ, ശംഭു, കുമാരോ കപിലോ മനു, അല്ലെ? സ്വയംഭൂ, നാരദ, ശംഭു, കുമാരോ കപിലോ മനു. പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ. പ്രഹ്ലാദൻ, ജനകൻ, ഭീഷ്മൻ, ഇതൊക്കെ രാജാക്കന്മാരാണ്. 3 ആളും രാജാക്കന്മാരായിട്ടുള്ള ആളുകളാണ്. പ്രഹ്ലാദൻ രാജാവാണായിരുന്നു, ജനകനും രാജാവാണായിരുന്നു, ഭീഷ്മനും രാജാ. ആ വരിയിൽ 3 ആളും രാജാക്കന്മാരാണ്, അല്ലെ? പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ. പിന്നെ ആരാണ്? ബലിർ വയ്യാസകിർ വയം. ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഹ്ലാദന്റെ മകനാണ്, അല്ലെ? മകന്റെ മകനാണ്. ബലിർ വയ്യാസകി, അതും മകനാണ്. ആരുടെ മകനാണ്? വ്യാസദേവന്റെ മകനാണ്. വയം എന്ന് പറയുന്ന ആരാണ്? യമധർമ്മ രാജാവിനെ തന്നെയാണ്. ബലിർ വയ്യാസകിർ വയം. സ്വയംഭൂ, നാരദ, ശംഭു, കുമാരോ കപിലോ മനു, പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ, ബലിർ വയ്യാസകിർ വയം. ഈ 12 മഹാജനങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഗുരുപരമ്പരയിൽ നിന്ന് കേട്ടാലേ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഈ 12 മഹാജനങ്ങൾക്കാണ് ഭഗവാനെ കുറിച്ചുള്ള സത്യം അറിയുന്നത്, വേറെ ആർക്കും അറിയുകയില്ല. അതാണ് ഇവിടെ അർജുനൻ പറയുന്നത്. നഹിതേ ഭഗവൻ വ്യക്തിം വിദുർ ദേവാന ദാനവ. ദേവന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഋഷിമാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മഹാജനങ്ങളിൽ നിന്ന് കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ മഹാജനങ്ങളിൽ നിന്നുള്ള ഗുരുപരമ്പരയിൽ നിന്ന് തന്നെയാണോ? അല്ലെങ്കിൽ നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല, കേട്ടതുകൊണ്ട് കാര്യമില്ല. കാരണം എന്താണ്? ഭഗവാനെ കുറിച്ച് അറിയില്ല, അല്ലേ? അപ്പം
നമ്മുടെ ഈ ഗുരുപരമ്പര ഈ ഗ്രന്ഥത്തിൻ്റെ യഥാരൂപത്തിൻ്റെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവതാരിക കഴിഞ്ഞ ഉടനെ തന്നെ ശിഷ്യ പരമ്പര എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ മഹാജനങ്ങളുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മഹാജനങ്ങൾ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും അല്ലേ. അവിടെ തുടങ്ങുന്നത് ഭഗവാനിൽ നിന്നാണ്. കൃഷ്ണൻ, ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ, മധ്വാചാര്യർ, പത്മനാഭ തീർത്ഥർ, നരഹരി തീർത്ഥർ, മാധവൻ, അക്ഷോഭി തീർത്ഥർ, ജയതീർത്ഥർ, ജ്ഞാനസിന്ധു, ദയാനിധി, വിദ്യാനിധി, രാജേന്ദ്രൻ, അങ്ങനെ പുരുഷോത്തമ തീർത്ഥർ, ബ്രഹ്മണ്യ തീർത്ഥർ, വ്യാസതീർത്ഥർ, ലക്ഷ്മീപതി, മാധവേന്ദ്രപുരി, ഈശ്വരപുരിയിൽ നിന്നാണ് ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, പിന്നെ ഗോസ്വാമിമാർ, പിന്നെ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ്, നമ്മുടെ AC ഭക്തിവേദാന്ത സ്വാമി, ശ്രീല പ്രഭുപാദ. അപ്പം നമ്മുടെ ഗുരുപരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഗുരുപരമ്പരയല്ല അല്ലേ. 2 മഹാജനങ്ങൾ, ബ്രഹ്മാവും നാരദവും പിന്നെ വ്യാസദേവനും അല്ലേ. സ്ട്രോങ് ഗുരുപരമ്പരയാണ്. അപ്പം ഇങ്ങനെ ഒരു ചാൻസ് നമ്മൾക്ക് കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ്. ശ്രീല പ്രഭുപാദരുടെ ഗുരുപരമ്പരയിൽ നിന്ന് നമ്മൾക്ക് കേൾക്കാനുള്ള ഭാഗ്യം. ശ്രീല പ്രഭുപാദർ തന്നെ പറയുന്നുണ്ട്, നാരദ മഹർഷിയുടെ ഗുരുപരമ്പരയിൽ നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ് അല്ലെ. നാരദ മഹർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ഗുരുപരമ്പരയിൽ നിന്ന് കേട്ടാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗുരുപരമ്പര മഹാജനങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സമയമായിട്ടുണ്ട്. കുറച്ച് അധികം സമയം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ. എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ 1-2 മിനിറ്റ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദയ്ക്ക് ജയ. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ശ്രീല പ്രഭുപാദയ്ക്ക് ജയ. ഹരേ കൃഷ്ണ.